നാരായണവർമ്മ തമ്പുരാന്റെ പ്രതികരണം നമുക്കൊപ്പം തന്നെ തത്സമയം ചേരുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അനുഗ്രഹം, അത് ഭഗവാന്റെ ഒരു നിയോഗം, അതായി തന്നെയാണ് ഇത് കാണുന്നത്. അതെ അതെ അതെ, വലിയ ഒരു മുജ്ജന്മ സുഹൃതം തന്നെയാണ് ഭഗവാന്റെ ഇന്ന് ഈ നടന്ന് ഞാനും ഭഗവാനും മാത്രമായിട്ട് ഒരുള്ള ആ ഒരു സന്ദർഭം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഒറ്റയ്ക്ക് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ എല്ലാവരുടെയും ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും ലോകരുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടിയും അവരുടെ സുഖത്തിന് വേണ്ടിയുമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എല്ലാവർക്കും നന്മയും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ, അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥനയുണ്ടായത്. എന്തായാലും ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ഈ മകരവിളക്കിന് പ്രത്യേകമായിട്ട് രാജപ്രതിനിധിയായിട്ട് ഇവിടെ എത്തി ഭഗവത് ദർശനവും എല്ലാ ക്രിയകളും എല്ലാ കർമ്മങ്ങളും പന്തളം രാജപ്രതിനിധി ചെയ്യേണ്ട എല്ലാ റിച്വൽ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചു. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഒറ്റൊരു മുടക്കമോ മറ്റൊന്നും വരാതെ ഒരു തടസ്സമോ ദേഹത്തിന് പോലും ഭഗവാൻ ശക്തി തന്നു. പന്തളത്തു നിന്ന് 90 കിലോമീറ്ററോളം എങ്ങനെയാണ് നമ്മളിവിടെ വന്നത് എന്ന് ഒരു അത്ഭുതം തന്നെയാണ്. ആ ഭഗവാന്റെ ശക്തി തന്നെയാണ് എല്ലാത്തിനും കാരണം. എല്ലാം ഭഗവത് ശാസ്താവിൻ്റെ അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷം ആ പാതാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടുന്ന് തിരിക്കുന്നത് പന്തളത്തേക്ക്. ആ മനസ്സിൽ നിറയെ ഭഗവത് ചൈതന്യവും സംതൃപ്തിയോടുകൂടി തിരിച്ചു പോവുകയാണ്. ഇത് ജീവിതത്തിലെല്ലാം തന്നെ ഇനിയുള്ള കാലം ആ ഭഗവത് സ്മരണയോടെ ഇന്നത്തെ ഈ സ്മരണ ഒരിക്കലും ഇന്ന് നടന്ന ഈ കർമ്മങ്ങളൊന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കുകയില്ല. അതിൽ നിങ്ങളെല്ലാവരും യോജിച്ച് ഇന്ന് ഈ അവസരത്തിൽ കാണാൻ സാധിച്ചതിലും വലിയ സന്തോഷമുണ്ട്. എല്ലാവർക്കും പ്രത്യേകം ഇന്ന് ലോകം മുഴുവൻ കാണിച്ചു കൊടുത്ത നിങ്ങളെ എല്ലാവർക്കും പ്രത്യേകം അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു അഭിമാനമായ മുഹൂർത്തമാണ്. തുടക്കം മുതൽ തന്നെ ഹരിവരാസനവും ദീപാരാധനയും അടക്കമുള്ള ചടങ്ങുകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും. ഏറ്റവും ഒടുവിലത്തെ ഈ ചടങ്ങ് കൂടി പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കാൻ കഴിയും. അതെ, നിങ്ങളാണ് എല്ലാവരും ലോകത്തെ മുഴുവൻ ഈ ഇവിടെ നടക്കുന്ന ചടങ്ങുകളെല്ലാം തന്നെ ഭംഗിയായിട്ട് അറിയിക്കുന്നു. അവർക്ക് എല്ലാവർക്കും ഇവിടെ എത്താൻ സാധിക്കുന്നില്ല. എന്നാലും ഈ ദൃശ്യമാധ്യമങ്ങൾ കൂടി ലോകം മുഴുവൻ കാണുന്നു. ശബരിമലയുടെ പ്രശസ്തിയും അയ്യപ്പൻ്റെ കാര്യങ്ങളും ലോകത്തെ അറിയിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ നമസ്കാരം പറയുന്നു. സ്വാമി അയ്യപ്പനെ സ്വന്തം മകന്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് അങ്ങും അയ്യപ്പനും മാത്രമായിട്ടുള്ള ഒരു നിമിഷങ്ങളായിരുന്നു അല്പസമയം മുമ്പ്. ആ ഒരു നിമിഷത്തെ അനുഭൂതി എങ്ങനെ അനുഭവങ്ങൾ അത് നമുക്ക് വാക്കാൽ വിവരിക്കാൻ സാധിക്കില്ല. അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ്. ഞാൻ ചിലപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കരയേണ്ടി വരും ചിലപ്പോൾ ഇവിടെ നിന്ന്. അത് ഞാൻ പറയാൻ സാധിക്കില്ല. എൻ്റെ മനസ്സിൽ ഉണ്ടായ ആ അപ്പോഴത്തെ വികാരം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഭഗവാന്റെ അനുഗ്രഹവും ഭഗവാനുമായിട്ട് നേരിട്ടുള്ള ഒരു നേരിട്ടുള്ള ഇടപെടൽ, ആ നേരിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച വളരെയധികം ഹൃദയസ്പർശം തന്നെയായിരുന്നു. സ്വാമി ശരണമയ്യപ്പ. തീർച്ചയായും അതുതന്നെയാണ് ആ വാക്കുകളിലൂടെ തന്നെ പ്രകടമാകുകയും ചെയ്തത്. എന്തായാലും വൈകാരികമായ മുഹൂർത്തത്തിലൂടെ ശബരിമല സന്നിധാനം ഒന്നാകെ കടന്നു പോവുകയാണ്. എന്തായാലും ഏറ്റവും വൈകാരികമായുള്ള ആ ചടങ്ങുകൾ തന്നെയാണ് ഈ ശബരിമല സന്നിധാനം ഒന്നാകെ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഏറെ വൈകാരികമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ എത്രമാത്രം വൈകാരികമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു നിമിഷത്തെ എങ്ങനെ വർണ്ണിക്കുമെന്നറിയാതെ അദ്ദേഹം പറഞ്ഞു കണ്ണു നിറഞ്ഞു പോകും അങ്ങനെ ആ ഒരു നിമിഷത്തെ വർണ്ണിക്കുകയാണെങ്കിൽ എന്ന്. സ്വന്തം മകനായിട്ട് അയ്യപ്പനെ കണ്ടുകൊണ്ട് അദ്ദേഹവും അയ്യപ്പനും മാത്രം ആ ശബരീശ തിരുസന്നിധിയിൽ നിൽക്കുന്ന ആ ഒരു അസുലഭ നിമിഷം അദ്ദേഹത്തിന് മുജ്ജന്മ സുഹൃതമാണ്, ധന്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഇനിയുള്ള ജീവിതം സാർത്ഥകമാകാൻ ആ നിമിഷങ്ങളും ഈ മാത്രം മതി എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും മുന്നോട്ടുള്ള ജീവിതം അദ്ദേഹത്തിന് ഈ ഓർമ്മകളും ഈ പ്രാർത്ഥനകളും ഒക്കെ തന്നെ വലിയ തുണയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അദ്ദേഹം എല്ലാ ദൗത്യങ്ങളും പൂർത്തിയാക്കി തൻ്റെ മകനോടുള്ള എല്ലാ കടപ്പാടുകളും ദൗത്യങ്ങളും പൂർത്തിയാക്കി തിരികെ പന്തളത്തേക്കുള്ള യാത്രയിലാണ്. വലിയ നടപ്പന്തൽ പിന്നിട്ടുകൊണ്ട് അത് ആ യാത്ര ഇപ്പോൾ പരമ്പരാഗത കാനനപാതയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി പരമ്പരാഗത കാനനപാത വഴി തന്നെ നേരെ കരിമല താണ്ടി നീലിമല ഇറങ്ങി കാനനപാത വഴി തിരികെ പന്തളത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നുണ്ടാവും. എന്തായാലും ഏറെ വൈകാരികതയ്ക്കൊപ്പം ആത്മീയതയും പ്രാർത്ഥനയും ശരണമന്ത്രങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന ആ ചടങ്ങുകളും നിമിഷങ്ങളും ഒക്കെയാണ് ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത്. ആ ചടങ്ങുകളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, കടന്നു കഴിഞ്ഞു എന്ന് പറയാം. ഒരു മണ്ഡല മകരവിളക്ക് കാലത്തിന് ശുഭ പര്യവസാനമായി കഴിഞ്ഞിരിക്കുകയാണ്. നടപ്പന്തലൊക്കെ ഒന്നാകെ കാലിയായിരിക്കുന്നു. എന്തായാലും ഭക്തരുടെ ഒരു വലിയ ഒഴുക്കായിരുന്നു
തിരക്കായിരുന്നു ഇവിടേക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും പൂർണ്ണമായും ആ തിരക്ക് പൂർണ്ണമായും ഒഴിഞ്ഞുകൊണ്ട് ഈ ഭഗവാന്റെ തിരുസന്നിധാനം ഒന്നാകെ ഇപ്പോൾ തിരക്കുകളിൽ നിന്നെല്ലാം തന്നെ മാറി ഭഗവാനെ യോഗനിദ്രയിലാക്കി രാജപ്രതിനിധി അടക്കം മടങ്ങുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ്. ഏകദേശം അഞ്ചരയോടെ തുടങ്ങിയ ആ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഇനി സുഹൃതഗാനനമാണ്. സുഹൃതഗാനനം അതിൻ്റെ നിശബ്ദതയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഭക്തരില്ല, മറ്റ് ആളുകളില്ല, ശരണമന്ത്രങ്ങളില്ല, തീർത്തും നിശബ്ദത. അയ്യപ്പൻ്റെ ശ്രീകോവിൽ അടഞ്ഞു തന്നെ കിടക്കും. അയ്യപ്പൻ യോഗസമാധിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്, ചിന്മുദ്രാങ്കിതനായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്, ഭസ്മവിഭൂഷിതനായിട്ട് യോഗനിദ്രയിലേക്ക് ശ്രീധർമ്മശാസ്താവ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പൂജകളും 2 മാസത്തോളം നീണ്ടുനിന്ന അഭിഷേകങ്ങളും ഒക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ ആ ഒരു ചൈതന്യം നുകർന്നുകൊണ്ട് അയ്യപ്പൻ ലക്ഷക്കണക്കിന് ഭക്തർക്ക് അനുഗ്രഹ ആശീസ്സുകൾ ചൊരിഞ്ഞു. അതിനുശേഷം രാജപ്രതിനിധിക്ക് അവസാനം അരുൺ കൊടുങ്ങൂർ, ഗോകുൽ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് രാവിലെ 5:32 ആരംഭിച്ചതാണ് ഈ പ്രത്യേക ബ്രോഡ്കാസ്റ്റ്. ഇന്ന് മണ്ഡല മകര വിളക്ക് ആഘോഷങ്ങൾക്ക് ശേഷം, ഉത്സവത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വികാരനിർഭരമായ ഒരു ദിവസം കൂടിയാണ്. ആ നിമിഷങ്ങൾ പുലർച്ചെ തന്നെ തുടങ്ങുന്നത് കൊണ്ടാണ് ഇന്ന് 5:32 ആയപ്പോഴേക്കും ജനൻ ടിവിയുടെ സംപ്രേഷണം ആരംഭിച്ചത്. സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂരും ഗോകുൽ രമേശും ഉണ്ടായിരുന്നു. ഒപ്പം ക്യാമറയിലൂടെ ഈ നിമിഷങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് വിവേകും പ്രക്ഷോഭും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, വൈകി വന്ന് പുത്തമ്പുലരിക്കായി കാത്തു നിൽക്കുന്ന പ്രേക്ഷകർക്കായി എല്ലാ പ്രേക്ഷകരുടെയും കമൻറ്റുകൾ കണ്ടു. ഉഷ, RK വൈകുണ്ഠം, അപ്പൻ, വിജിൻ മേനോൻ, രാജൻ ചങ്ങാട്ട്, എല്ലാവരുടെയും ആശംസകൾ കണ്ടു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് രാവിലെ 5 മണിയോടുകൂടി മഹാഗണപതി ഹോമം നടന്നു. തന്ത്രിയുടെ നേതൃത്വത്തിൽ, കണ്ടൊരു മഹേഷ് മോഹനൻ്റെ നേതൃത്വത്തിൽ. അതിനുശേഷം ഭഗവാന് നിവേദ്യം അർപ്പിച്ചു. തുടർന്ന് തിരുവാഭരണ പേടകം വഹിച്ചുകൊണ്ടുള്ള സംഘം സോപാനത്ത് നിന്ന് 18-ാം പടിയിറങ്ങി താഴേക്ക് വന്നു. പിന്നെയാണ് ഇന്നത്തെ ഒരുപക്ഷെ ഏറ്റവും വികാരനിർഭരമായ, ഒരല്പം മുമ്പ് പുണർദം തിരുനാൾ PN നാരായണവർമ്മ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് പിന്നെ സാക്ഷ്യം വഹിച്ചത്. സ്വാഭാവികമായിട്ടും ക്യാമറകൾക്ക് പ്രവേശനമില്ലായിരുന്നു. പന്തള രാജാവിൻ്റെ ആഗ്രഹപ്രകാരം മകരസംക്രമ ദിനത്തിൽ സർവാഭരണ വിഭൂഷിതനായി ഉടയാടകൾ അണിഞ്ഞ് പന്തള രാജകുമാരനായി ദർശനം നൽകിയ സ്വാമി അയ്യപ്പൻ തിരികെ യോഗനിദ്രയിലേക്ക് മടങ്ങുന്ന നിമിഷമാണ്. അതിനു മുമ്പായി ഭഗവാന് പിതൃസ്ഥാനീയനായ രാജപ്രതിനിധി പന്തള കൊട്ടാരത്തിലെ PN നാരായണവർമ്മജിയുടെ ആ ഒരു യാത്ര ചൊല്ലൽ നിമിഷങ്ങളാണ്. അദ്ദേഹം തന്നെ അതിനുശേഷം പറഞ്ഞു, അതേക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് കരയേണ്ടി വരും, വിതുമ്പിപ്പോകുമെന്ന്. അത്ര വികാരനിർഭരമായ യാത്ര ചൊല്ലലിന് ശേഷം അവിടുത്തെ മേൽശാന്തി ഭഗവാനെ ഭസ്മവിഭൂഷിതനാക്കി, രുദ്രാക്ഷമണിയിച്ച്, യോഗദണ്ഡണിയിച്ച് യോഗനിദ്രയിലാക്കി, ഹരിവരാസനം പാടി യോഗനിദ്രയിലാക്കുകയാണ്. അതിനുശേഷം നടയടച്ച് താക്കോൽക്കൂട്ടവും പണക്കിഴിയും രാജപ്രതിനിധിക്ക് കൈമാറുന്നു. ഈ താക്കോൽക്കൂട്ടവും പണക്കിഴിയുമായി 18-ാം പടി ഇറങ്ങി താഴേക്കെത്തിയ രാജപ്രതിനിധി തിരികെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഈ താക്കോൽക്കൂട്ടവും പണക്കിഴിയും തിരികെ ഏൽപ്പിച്ച് ഈ വർഷത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായി നടത്തണം എന്നുള്ള നിർദ്ദേശം നൽകി പന്തളത്തേക്ക് യാത്രയായിരിക്കുകയാണ്. അല്പം മുമ്പ് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര സംഘത്തോടൊപ്പം, തിരുവാഭരണം പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള സംഘത്തോടൊപ്പം അദ്ദേഹം കാൽനടയായി പന്തളത്തേക്ക് മടങ്ങുകയാണ്. എന്തായാലും ഈ പ്രത്യേക ബ്രോഡ്കാസ്റ്റിൽ നമുക്കൊപ്പം ചേർന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.